ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജനീഷ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, സോർബിയാൻ റൈസ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക നമുക്ക് കണ്ടു നോക്കി നോക്കാം. ഈ സോർബിയാൻ റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു മസാലയുടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് കബ്സ മസാലയും പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. കബ്സ മസാല അവൈലബിൾ അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് പിന്നെ ചെയ്യേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് സവാള വറുക്കാനായിട്ട് വെക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ, നന്നായി ഗോൾഡൻ ബ്രൗൺ ആവണ്ട, കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. ഈ സവാളയിൽ നിന്ന് പകുതി നമ്മൾ മാരിനേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുള്ള സവാള, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളകും പൊടിയും ഇട്ടിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അതും കൂടിയിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ നേരത്തെ സവാള വറുത്ത സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്ത് 2 പട്ട, 2 ഏലക്കായ, 2 കരയാമ്പൂവ് ഒക്കെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ആ പാനിലാണ് നമ്മളുടെ ചിക്കനെ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. ആ ഒരു സ്പൈസസിൻ്റെ സ്മെല്ല് നമ്മുടെ ചിക്കനിലേക്ക് നന്നായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ സ്പൈസസ് പൊട്ടിച്ചെടുക്കുന്നത്. ഒരു ഭാഗം കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു മാജിക് ക്യൂബും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരിയെടുത്തിട്ടുള്ള സവാളയിൽ നിന്ന് ബാക്കി പകുതിയും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് നടുവേ കീറിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ മസാലയുടെ ആ സെയിം ഗ്രൈൻഡറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യാൻ വെക്കുന്ന ആ പാനിലേക്ക് നമുക്ക് ഈ ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് റൈസ് നമ്മളിതിൽ ചെയ്യുക. കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് അതിൽ കുറച്ച് നെയ്യും അരിയും ഹോൾ സ്പൈസസും ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ലെങ്തി വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൽ അത് ആഡ് ചെയ്യാണ്ടിരുന്നത്. ഈ മസാലയുടെ മുകളിൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ ബാക്കിയുള്ള റൈസ് കൂടി ലെവൽ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് കോരിയെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ മന്തിയിലേക്കൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ കനൽ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അരമണിക്കൂർ ദം ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് ഒരു സർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.